ഏവർക്കും സ്പോട്ടോപ്പിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ചില വീഡിയോകൾക്കൊക്കെ നല്ല റീച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അതിന് എല്ലാ വ്യൂവേഴ്സിനോടും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡ് എന്ന ലെഗസിയെ കുറിച്ചാണ്. എത്ര പറഞ്ഞാലും മതി വരില്ല എന്നുള്ളതാണ് റയൽ മാഡ്രിഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇവരിപ്പോൾ UCL ഫൈനലിൽ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ലാലിഗ ടൈറ്റിൽ കൂടി അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. അഞ്ചലോട്ടിയുടെ കീഴിൽ രണ്ടാമത്തെ ടൈറ്റിലാണ്, ലാലിഗ ടൈറ്റിലാണ് അവർ സ്വന്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അഞ്ചലോട്ടിയുടെ കാര്യം എടുക്കുമ്പോൾ 4 ചാമ്പ്യൻസ് ലീഗുകളും 6 ടൈറ്റിലുകളും അഞ്ചലോട്ടിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. റയൽ മാഡ്രിഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഫ്ലോറന്റീന പെരസ് എന്ന പ്രസിഡന്റിനെ കുറിച്ച് തന്നെയാണ്. ഈ വിജയങ്ങളോടൊക്കെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതും സ്പോട്ടോപ്പിക്ക് തോന്നിയിട്ടുള്ളത് ഫ്ലോറന്റീന പെരസ് എന്ന പ്രസിഡന്റിനെ കുറിച്ചാണ്. ഒരു ക്ലബിലും അവകാശപ്പെടാനില്ലാത്തത്രത്തോളം പ്രസിഡൻഷ്യൽ കഴിവ് പുള്ളിക്കാരനുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സ്കില്ല്, അതോടൊപ്പം തന്നെ പ്ലെയേഴ്സിൽ അർപ്പിക്കുന്ന കോൺഫിഡൻസ്, വിശ്വാസ്യത ഒക്കെ നമ്മൾ ഈ ഒരു വിജയത്തിൽ, ഈ ഒരു ടീം ബിൽഡപ്പിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടുത്തത് പറയാനുള്ളത് കാർലോ അഞ്ചലോട്ടി എന്ന അതികായനെ കുറിച്ചാണ്. ഈ സീസൺ തുടങ്ങുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രൈക്കറോ അതുപോലെ തന്നെ ഡിഫൻഡേഴ്സോ കാർലോ അഞ്ചലോട്ടിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെ നിന്ന് അദ്ദേഹം പടുത്തുയർത്തുകയാണ്. 4-3-1-2 എന്ന ഫോർമേഷനിലേക്ക് അദ്ദേഹം മാറുകയാണ്. റോഡ്രിഗോയും വിനീഷ്യസിനെയും ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് ബെല്ലിംഗാമിന് ഒരു ഫാൾസ് 9 പൊസിഷൻ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ സീസണിന് തുടക്കം കുറിക്കുന്നത്. കുർട്ടോയ്സ്, അലാബ, മിലിട്ടാവോ ഒക്കെ ഇഞ്ചുറി ആയിടത്തുനിന്ന് തുച്ഛമേനിക്കാണ് അദ്ദേഹം തൻ്റെ ഡിഫെൻസീവ് ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ചിരി പടർത്തുന്ന ഒരു കാര്യം. അവിടെ തുച്ഛമേനി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്പോട്ടോപ്പിയയ്ക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ മെൻഡിയുടെ ഒരു പെർഫോമൻസ്, പുള്ളിക്കാരൻ കഴിഞ്ഞ സീസണിൽ ഫോം ഔട്ടായിരുന്നു. ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ കാമവിംഗയെ കണ്ടത്. പക്ഷേ മെൻഡി ഈ സീസണിൽ പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ക്രൂസ്, വാൽവഡെ, മോഡ്രിച്ച്, അങ്ങനെ ഒരുപിടി താരങ്ങൾ. വാൽവഡെ എല്ലാ കളിയിലും സ്റ്റാർട്ടപ്പ് ചെയ്തു എന്നുള്ളത് വാൽവഡയുടെ ഒരു കഴിവ് വ്യക്തമാക്കുന്നത്. കളി കാണുമ്പോൾ വാൽവയുടെ കളി നമുക്ക് കളിക്കളത്തിൽ കാണാൻ കഴിയില്ല, പക്ഷേ കളിയുടെ റിസൾട്ടിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതല്ല. ക്രൂസിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള പാസുകൾ, മോഡ്രിച്ചിൻ്റെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം ചെലുത്തിയിട്ടുള്ള ചില മുന്നേറ്റങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ ബെല്ലിംഗാം ഈ സീസണിൽ ഒരു ബാലൻഡിയോർ നേടാൻ കഴിയത്തക്ക വിധത്തിലുള്ളൊരു പ്ലെയറായിട്ട് ബെല്ലിംഗാം മാറിയിരിക്കുകയാണ്. 22 ഗോളുകളും 12 അസിസ്റ്റുമായി പുള്ളിക്കാരന്. വിനീഷ്യസ് അപാര ഫോമിലാണ്. റോഡ്രിഗോ ഒട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള കളിയാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ ടീം ഉടനീളം ഒരു ടീം എന്ന നിലയിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് അവരുടെ വിജയത്തിൻ്റെ രഹസ്യം എന്നുള്ളതാണ് സ്പോട്ടോപ്പിയയ്ക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മാധ്യമ പ്രവർത്തകൻ ഫ്ലോറന്റീന പെരസിനോട് ചോദിക്കുന്നുണ്ട്, അടുത്തത് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നുള്ളത്. അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുന്ന മറുപടി ദ അസംബ്ലി ഓഫ് മാഡ്രിഡ് സ്റ്റാർസ് എന്നാണ്. അത് മാഡ്രിഡ് സ്റ്റാർസുകളുടെ ഒരു കൂട്ടത്തെ വാർത്തെടുക്കുക, അതുപോലെ തന്നെ അവരെ ബിൽഡ് ചെയ്തൊന്ന് ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫ്ലോറന്റീന പെരസ് ഇപ്പോൾ നോട്ടമിടുന്നത്. ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു ഫിലോസഫി നമുക്ക് ടീമിലുടനീളം കാണാൻ പറ്റും. പല സമയത്തും വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് വൈബായിട്ട് നടക്കുന്ന എല്ലാ കളിക്കാരെയും കാണാൻ പറ്റും. ഇനി അവരുടെ കളിക്കളത്തിലാണ് ഇത് പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് സ്പോട്ടോപ്പിയയ്ക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും തോൽവിയുടെ അറ്റത്ത് നിന്ന് വിജയദാഹികളായ റയൽ മാഡ്രിഡ് പ്ലെയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു ആരാധകൻ എന്ന നിലയിൽ
റയൽ മാഡ്രിഡിനെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ അതിലെ ഓരോ കളിക്കാരും റയൽ മാഡ്രിഡിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തൊരു 10 വർഷം കൂടി റയൽ മാഡ്രിഡിനെ തൊടാൻ കഴിയില്ല എന്നുള്ളതാണ് ഫോട്ടോപ്പിയയ്ക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും പല ടീമുകൾക്കും അവരുടെ പ്രതാപകാലങ്ങൾ ഉണ്ടായേക്കാം, ബാഴ്സലോണ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ള ടീമുകൾക്ക്. പക്ഷേ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നും അവരുടെ പ്രതാപകാലം മാത്രമാണ്. അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ഒരു വർഷം ഇനിയും വരും, ഇനിയും കടന്നു പോകും. അതുകൊണ്ട് അവരുടെ ആരാധകർ എന്നും സന്തോഷവാന്മാര് മാത്രമാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും